നമുക്ക് ജീവിക്കാൻ ഓക്സിജൻ അത്യാവശ്യമാണല്ലേ? അതുപോലെ ഡിജിറ്റലി ജീവിക്കാനും ഓക്സിജൻ ആവശ്യമാണ്. പറഞ്ഞു വരുന്നത് ഓക്സിജൻ ഗ്രൂപ്പിനെ കുറിച്ചാണ്. മലയാളികൾ അതായത് ഡിജിറ്റൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളെ പറ്റി ചിന്തിക്കുന്ന കാലത്ത് അതിൻ്റെ സാധ്യതകൾ ആരായുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത ഒരു ഗ്രൂപ്പാണ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ മേഖലയിലെ പൈനിയേഴ്സ് എന്ന് അവരെ വിശേഷിപ്പിക്കാം. വളരെ ഹമ്പിളായിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയ സംരംഭം ഇപ്പോൾ കേരളത്തിലെമ്പാടും അവരുടെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഇതിപ്പോൾ 25 വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ സമയത്ത് ഓക്സിജൻ കടന്നു വന്ന വഴികളെ പറ്റി, അവരുടെ ബിസിനസ് സംരംഭങ്ങളെ പറ്റിയൊക്കെ നമുക്ക് വിശദമായി ഒന്ന് അറിയേണ്ടതുണ്ട്. CEO ഷിജോ കെ തോമസ് ആണ് നമുക്കിപ്പം ചേരുന്നത്. സർ, ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ പേരിലൊരു കൗതുകമാണ്. എന്തുകൊണ്ട് ഓക്സിജൻ എന്നൊരു പേര് ചൂസ് ചെയ്തേ? കൗതുകം ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾ ആദ്യം തുടങ്ങിയ സ്ഥാപനം ഓസോൺ സിസ്റ്റംസ് എന്നുള്ള സ്ഥാപനമായിരുന്നു. ഒരു കമ്പ്യൂട്ടർ അസംബ്ലിംഗ് യൂണിറ്റ് ആയിരുന്നു അത്. അപ്പം ഓസോൺ O3 ആണ്, ഓക്സിജൻ O2 ആണ്. അങ്ങനെ ഓസോണിൽ നിന്നും ഓക്സിജനിലേക്ക് പേരെത്തിയതാണ്, അങ്ങനെ ഡിറൈവ് ചെയ്ത് വന്നതാണ്. സാധാരണഗതിയിലൊരു ബ്രാൻഡ് ഓണർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഫോമൽ സ്യൂട്ടൊക്കെ ധരിച്ച ഒരാളിനെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ സാർ വളരെ കേരള തനിമയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയാണോ സാർ? ഇങ്ങനെ തന്നെ ചൂസ് ചെയ്തതാണോ? സ്ഥിരമായിട്ട് ഈ വേഷമാണ്. ഇതിൽ കംഫർട്ടബിൾ ആണ്. ഈ വേഷത്തോടൊരു താല്പര്യമുണ്ട്. ഇതിലൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ്. ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾ അങ്ങനെ ഒരു ബിസിനസ് സംരംഭത്തിലേക്ക് കിടക്കുന്ന 25 വർഷം മുൻപാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ എത്തി നിൽക്കുന്ന ഈ തരത്തിലൊരു സക്സസ് അന്ന് പ്രതീക്ഷിച്ചിരുന്നു? തുടക്കത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ മേഖലയുടെ സാധ്യത, നമ്മളായിരിക്കുന്ന മേഖലയുടെ സാധ്യതകൾ മനസ്സിലാക്കിയപ്പോൾ മുന്നോട്ടുള്ള ഒരു വിഷൻ സ്വാഭാവികമായിട്ടും പിന്നീടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വന്നത്. സാധാരണഗതിയിൽ ബിസിനസ് പരിചയമൊന്നും ഇല്ലാതെ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പ്ലാൻ വേണം, അതിന് എഫേർട്ട് വേണം, അതൊരു വലിയ പ്രോസസ്സാണ്. ആ സമയത്ത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു വിഷൻ ആൻഡ് മിഷൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്? നമ്മളെല്ലാ ബിസിനസ്സിലും ഉണ്ടെന്ന് പറയപ്പെടുന്നത് പോലൊരു 5 സ്റ്റേജുകൾ. ഇപ്പം ഞങ്ങളും ആ 5 സ്റ്റേജുകളിലൂടെ തന്നെയാണ്. ഒന്ന് നമ്മുടെ സ്ട്രഗിളിൻ്റെ ഒരു കാലഘട്ടമാണ്. ആദ്യം തുടങ്ങുമ്പം നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, എല്ലാ ബാധ്യതകളും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, ജോലി ചെയ്യുന്നതും എല്ലാം നമ്മൾ തന്നെയാണ്. സ്ട്രഗിൾ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ സർവൈവലിൻ്റെ ഒരു കാലം വരുന്നു. അപ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ ഒന്ന് തുലനം ചെയ്തൊക്കെ നോക്കുന്നൊരു സമയമാണ്. വരവും ചെലവ്, മറ്റേത് അതൊന്നും നോക്കുന്നില്ല, നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ ഈ സ്ട്രഗിളിൻ്റെ കാര്യത്തിലും. സർവൈവൽ വരുന്നു, പിന്നെ നമ്മളൊന്ന് സ്റ്റേബിൾ ആവുന്നു. അപ്പോഴാണ് ഒരു പ്രോഫിറ്റബിലിറ്റിയൊക്കെ നമ്മൾ ഒരുപക്ഷെ മാസം നമ്മുടെ P&L നോക്കുന്ന ഒരു സമയത്തേക്ക് വരുന്ന ഒരു സ്റ്റേബിൾ എന്നുള്ളൊരു കാലഘട്ടം. പിന്നെ സക്സസ് എന്നുള്ളൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മളൊരു നല്ല ബ്രാൻഡായിട്ട് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് സ്കെയിൽ എന്ന് നമ്മൾ പറയുമല്ലോ, സ്കെയിലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിലേക്ക് നമ്മുടെ ബ്രാൻഡ് പോകുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ഘട്ടങ്ങളാണല്ലോ, ഓരോ ബ്രാൻഡും അങ്ങനെ ഒരു ജേണിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെയും തുടക്കം വലിയ സ്ട്രഗിളിൽ തന്നെയായിരുന്നു. ആ സ്ട്രഗിളിലൂടെ തന്നെയാണ് നമ്മൾ സർവൈവലിലേക്കുമൊക്കെ പിന്നീട് വന്നത്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷെ ഒരു ഇലക്ട്രോണിക്കൽ റീറ്റെയിലാണ് നമ്മുടെ ഡൊമൈൻ എന്ന് തോന്നിയത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് കടക്കാനുള്ളൊരു കാര്യം എന്തായിരുന്നു? ഞാൻ ആക്ച്വലി അങ്ങനെ എത്താൻ ഇടയായ സാഹചര്യം, ഞാൻ പഠിച്ച കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കുന്ന, പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന, അസംബിൾ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തു 2 വർഷം. പിന്നെ ചില പ്രത്യേക സാഹചര്യത്തിലാണ് അതിന് നമ്മൾ സ്വന്തം നിലയ്ക്ക് ബിസിനസ് എന്നുള്ളൊരു ആശയം വന്നത്. അപ്പം ആ സമയത്ത് ശരിക്കും ഇൻഡസ്ട്രികൾ മാത്രമേ പേഴ്സണൽ കമ്പ്യൂട്ടർ വാങ്ങാറുള്ളായിരുന്നു, വ്യക്തികൾ പേഴ്സണൽ കമ്പ്യൂട്ടർ വാങ്ങുന്നൊരു കാലഘട്ടമല്ല. പക്ഷെ പിന്നീട് ഘട്ടം ഘട്ടമായി നമുക്ക് മനസ്സിലായി ഡിജിറ്റൽ വിപ്ലവം എന്ന് നമ്മൾ ഈ പറയുന്ന ഡിജിറ്റൽ വിപ്ലവം എത്താനുള്ള സാധ്യത അന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. കാരണം അത്രയും ഈ കമ്പ്യൂട്ടറൈസേഷനും ഡിജിറ്റലൈസേഷനും ആളുകൾ, ഇൻഡസ്ട്രീസ് അന്ന് തന്നെ ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടിരുന്നു, അത് തുടങ്ങിയിരുന്നു. അപ്പോൾ ആ സാധ്യത മുൻനിർത്തിയാണ് പിന്നെ ഇതിൽ തന്നെ വേറെ ഒന്നിലേക്കും ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട, ഇതാണ് ഭാവി എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഇതിൽ തന്നെ നിന്നത്. ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. സാർ നേരത്തെ പറഞ്ഞതുപോലെ തുടങ്ങി വരുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷേ പിന്നീട് അത് ഗ്രോ ചെയ്യുമ്പം ഐ മീൻ ദ റൈറ്റ് ട്രാക്ക് എന്ന് തോന്നുന്നൊരു മൊമെൻറ്റ്സ് ഉണ്ടാവും. അങ്ങനെ ഓക്സിജനെ പറ്റിയിട്ടൊരു മൊമെൻറ്റ്സ്, ഞാൻ ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് തോന്നിയൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു? ശരിക്കും പിന്നീട് ഒരു ഡിജിറ്റൽ വിപ്ലവം, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡിജിറ്റൽ വിപ്ലവത്തിലേക്ക് എല്ലാ കാര്യങ്ങളും മാറി. നമ്മുടെ സമസ്ത മേഖലകളും ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടു. അത്
ഇൻഡസ്ട്രീസ് ആകട്ടെ, നമ്മുടെ എഡ്യൂക്കേഷൻ ആകട്ടെ, അങ്ങനെ ഇപ്പോൾ കോവിഡിൻ്റെയും കൂടെ ശേഷം കംപ്ലീറ്റ്ലി നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടു. നമ്മുടെ ഇപ്പം ഇന്ത്യയിൽ തന്നെ ലോകത്ത് നടക്കുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ 48% ഒരു ദിവസം നടക്കുന്ന ഇന്ത്യയിലാണ്. ഇപ്പോൾ ഇന്ത്യ തന്നെ അത്രയും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, നമ്മൾ ഗൂഗിൾ പേ പോലുള്ള ട്രാൻസാക്ഷൻ, ലോകത്ത് നടക്കുന്ന ടോട്ടൽ ട്രാൻസാക്ഷൻ്റെ 48% നമ്മൾ ഇവിടെ നടക്കുന്ന ഒരു സമയത്തിലേക്ക് വന്നു. അപ്പോൾ അത്രയും അപ്പം ഓരോ വർഷം കഴിയുന്നതോറും ഒന്നും കൂടെ ആ ബോധ്യം നമുക്ക് കൂടിക്കൂടിയാണ് വരുന്നത്, ഐ മീൻ ദ റൈറ്റ് ട്രാക്ക് എന്നുള്ളത്. കാരണം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾക്കുള്ള സാധ്യതയും കൂടിക്കൂടി വരുന്നു. ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ സ്വാഭാവികമായിട്ടും സോഫ്റ്റ്വെയർ ഒരു സ്ഥലത്ത് നിർമ്മിക്കപ്പെടുമ്പോഴും അതിന് പറ്റിയ ഹാർഡ്വെയർ പ്രോഡക്ട്സും മറ്റ് കമ്പനികൾ നിർമ്മിക്കുന്നുണ്ട്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണല്ലോ ഞങ്ങളുടെ ജോലി. അപ്പോൾ അതിൻ്റെ സാധ്യത വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോഴും കാണുന്നുണ്ട്. ഒരു സംരംഭത്തെ പറ്റി പറയുമ്പം അതിൻ്റെ ഒരു മിഷനൊക്കെ അത് ലീഡ് ചെയ്യുന്ന ആളാണ് സ്വാഭാവികമായിട്ടും. പക്ഷേ അതിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ നൽകുന്നത് നമ്മുടെ എംപ്ലോയീസാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെമ്പാടും ഒരു 2000-ലധികം എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ കൂടെ ഈ ഓക്സിജൻ വളർച്ചയിൽ എടുത്ത് പറയേണ്ടതല്ലേ? 100% അവരുടെ കോൺട്രിബ്യൂഷനാണ്. വാസ്തവത്തിൽ ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞാൽ ഡ്രിവൺ ബൈ ടീമാണ്. ഓക്സിജൻ എപ്പോഴും ഞങ്ങൾ ഇന്റേണലി പറയുന്നത് ഓക്സിജൻ ഫാമിലി എന്നാണ്. ഒരു കുടുംബം പോലെ, ഒരു ലാർജർ ഒരു കുടുംബത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇതിനെ കാണുന്നത്. ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്ന ഇവിടെയാണല്ലോ. അപ്പം നമ്മൾ പറയുമല്ലോ, ഒരു ബിസിനസ് സക്സസ്ഫുൾ ആണെങ്കിൽ ടു ബി ഇൻ ദ റൈറ്റ് ബിസിനസ് അറ്റ് ദ റൈറ്റ് ടൈം വിത്ത് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ എന്ന് പറയും അല്ലേ. അപ്പം ഞാൻ അതിൽ ഭാഗ്യവാനാണ്. വിത്ത് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിളാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നതെന്നുള്ളതിലാണ് ഞാൻ എൻ്റെ ഭാഗ്യത്തെ കാണുന്നത്. കാരണം അത്രയും നല്ല ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്, സ്വന്തമെന്ന് കരുതി ചെയ്യുന്ന ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രേരക ശക്തി. മറ്റ് മൂലധന ശക്തികളേക്കാൾ ഏറ്റവും വലിയ ശക്തി നമ്മുടെ ഒപ്പമുള്ള ആളുകൾ തന്നെയാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ ബ്രാൻഡ് ഉദ്ഘാടനമൊക്കെ നടക്കുമ്പോൾ ബ്രാൻഡിനേക്കാളും ഒരു പേഴ്സണൽ പ്രൊമോഷൻ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളെ. പക്ഷേ സാറിന് ഞാനങ്ങനെ ഉദ്ഘാടന വേദികളിലോ അല്ലെങ്കിൽ വലിയ ഇൻ്റർവ്യൂകളിലോ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ മാറി നിൽക്കാമെന്നുള്ളതൊരു തീരുമാനമായിരുന്നു. ബ്രാൻഡാണ് ഒന്നാമത് നിൽക്കേണ്ടതെന്നുള്ളതാണ് നമ്മളുടെ ഒരു താല്പര്യം. പിന്നെ അങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, അതിൽ തെറ്റില്ല, അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചൊരു എൻ്റെ ഒരു വ്യക്തിപരമായ ചിന്തയിൽ ബ്രാൻഡ് ഒന്നാമത്. ബ്രാൻഡ് ഉള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ ഇൻ്റർവ്യൂ പോലും ഇന്നിവിടെ നടക്കാൻ ഇടയാകുന്നത്. ബ്രാൻഡിൻ്റെ ഒരു നേതൃത്വത്തിൽ ഞാൻ നിൽക്കുന്നതുകൊണ്ടാണ്. ബ്രാൻഡിന് ഫസ്റ്റ് ഫോക്കസ്, ബാക്കിയെല്ലാം രണ്ടാമതെന്നുള്ളതാണ്. ഗ്ലോബൽ മീറ്റൊക്കെ നടക്കുന്ന സമയമാണ്. കേരളത്തിലേക്ക് ഒരുപാട് നിക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്, വ്യവസായങ്ങളെ ആകർഷിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ബ്രാൻഡൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമയത്ത് എത്രത്തോളം നിലവിലൊരു കേരളം നിക്ഷേപ സൗഹൃദമാണ്? അങ്ങനെയാണ്, എന്താണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? എത്രത്തോളം നിക്ഷേപ സൗഹൃദമാണ് കേരളം? കേരളം ഒത്തിരി മാറിക്കഴിഞ്ഞു. നമ്മൾ ഒരു 10-15 വർഷം 20 വർഷം മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിന് വലിയൊരു മാറ്റം വന്നു. ഏകദേശം 1,50,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് കഴിഞ്ഞ ദിവസം ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പ്രഖ്യാപിച്ചത്. അത്രയും പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് പ്രാവർത്തികമാക്കുക, ഫോളോ അപ്പ് ചെയ്ത് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ അത്രയും ഇൻവെസ്റ്റേഴ്സ് തയ്യാറായി എന്നുള്ളത്, കേരളത്തിലേക്ക് വരാൻ തയ്യാറായി എന്നുള്ള അത്രയും എമൗണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു 1.5 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറായി എന്നുള്ള വലിയൊരു പോസിറ്റീവ് ട്രെൻഡാണ് കാണിക്കുന്നത്. കാരണം നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷനും ബ്യൂറോക്രസിയിലും ഒക്കെ വലിയ മാറ്റം വന്നു കഴിഞ്ഞു. കാരണം ഇൻഡസ്ട്രി, ഒരു പ്രോ ഇൻഡസ്ട്രി മനോഭാവം വന്നു. ഇൻഡസ്ട്രികൾ വളർന്നെങ്കിലേ, ഈ സ്വകാര്യ മേഖല വളർന്നെങ്കിലേ നമ്മുടെ നാട് വളരുകയുള്ളൂ എന്നുള്ള റിയാലിറ്റിയിലേക്ക് ആളുകളുടെ മനോഭാവം എത്തിയിട്ടുണ്ട്. അത് വളരെ സ്വാഗതാർഹമാണ്. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത് വലിയ പ്രതീക്ഷ തരുന്നൊരു കാര്യം കൂടെയാണ്. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ പുതിയ ബ്രാഞ്ചുകളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നു. പലയിടത്തിലായിട്ടാണ് നമ്മൾ വാർത്തകളൊക്കെ കാണുന്നത്. പക്ഷെ ഒരിക്കലും സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാറില്ല. അതെന്താ അങ്ങനെ? അല്ല, ഞങ്ങൾ ഈ പറഞ്ഞൊരു താൽക്കാലിക ആൾക്കൂട്ടങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ നമ്മളൊരു സെലിബ്രിറ്റി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ താൽക്കാലികമായിട്ട് ആൾക്കൂട്ടം വരും, ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ റോഡ് ബ്ലോക്ക് ആവുന്നു, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാകും. പക്ഷേ യഥാർത്ഥ കസ്റ്റമേഴ്സ് തന്നെ അവിടെ എത്തട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ അതിനുള്ള എമൗണ്ടും കൂടെ നമ്മൾ കൺസ്യൂമർക്കായിട്ട് തന്നെ പല രൂപത്തിൽ പല ആനുകൂല്യങ്ങളായിട്ട് കൺസ്യൂമർക്ക് തന്നെ കൊടുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പലപ്പോഴും ഒരു സെലിബ്രിറ്റി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ വലിയ തിരക്ക് ഞങ്ങൾ ജനപ്രതിനിധികളാണ് എപ്പോഴും വിളിക്കാറുള്ളത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് വിളിക്കാറുള്ളത്. അവർ വന്ന് ഉദ്ഘാടനം ചെയ്ത് 10 മിനിറ്റ് കൊണ്ട് തീരും. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു സെലിബ്രിറ്റി വരുന്നതിനേക്കാൾ തിരക്ക് പലപ്പോഴും നമ്മുടെ ഷോറൂമുകളിലേക്ക് വരാറുണ്ട്. ഇത് ആക്ച്വലായിട്ട് നമ്മൾ കൺസ്യൂമർ സെൻട്രിക്കായിട്ട് തിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു താൽക്കാലിക ആൾക്കൂട്ടത്തിനേക്കാൾ ഉപരി അവിടെ നിലനിൽക്കുന്ന ഒരു ആൾക്കൂട്ടം എന്നുള്ളതുകൊണ്ടാണ്. ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക, അത് സക്സസ്ഫുള്ളായി നടപ്പാക്കുക, അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ കസ്റ്റമേഴ്സിനെ നിലനിർത്തുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് ഒരു 50 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ്, അത് ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട് ഓക്സിജന്. എങ്ങനെയാണ് ഇവരെങ്ങനെ നിലനിർത്തുന്നത്? ആ ഒരു കസ്റ്റമർ റീറ്റെൻഷൻ എങ്ങനെയാണ് നടക്കുന്നത്? തുടക്ക സമയം മുതൽ കസ്റ്റമർ ഫസ്റ്റ് എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും ഇന്ത്യയിൽ പറയുന്ന സ്ലോഗൻ. കസ്റ്റമർ ഫസ്റ്റ്, ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. അപ്പോൾ കൺസ്യൂമർ സെൻട്രിക്കായിട്ട് തിങ്ക് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷമാണ് ഞങ്ങളുമായിട്ടുള്ള ബന്ധം. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൽ
പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ആ ബന്ധം എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. അതിന് പ്രധാന ഒരു കാര്യം നമ്മുടെ വാങ്ങിയതിന് ശേഷമുള്ള ആഫ്റ്റർ സെയിൽ സപ്പോർട്ടാണ്. ഇതിന് കംപ്ലൈൻറ്റുകൾ വരാം, ധാരാളം കംപ്ലൈൻറ്റ് സാധ്യതയുള്ള മറ്റൊരു ഇൻഡസ്ട്രി പോലെ അല്ല ഇത്. അപ്പോൾ അതിന് ഫസ്റ്റ് ഷോറൂം മുതൽ തന്നെ ഓക്സിജൻ കെയർ എന്ന പേരിൽ ഞങ്ങളൊരു സർവീസ് സെൻറ്റർ ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങൾ തുടങ്ങിയിരുന്നു. അതിപ്പോഴും ഞങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ അത് കൂടുതൽ സൗകര്യങ്ങൾ കൂട്ടിയുള്ള ഓക്സിജൻ കെയർ ആണ് ഓരോ ഷോറൂം. ചില ഇപ്പോൾ ഈ ബിൽഡിങ്ങിൽ ഒരു ഫ്ലോർ തന്നെ ഓക്സിജൻ കെയറിനുണ്ട് മുകളിൽ. ഇവിടെ ഒത്തിരി ധാരാളം കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അതൊരു ഞങ്ങൾക്ക് ലാഭേച്ഛയില്ല നടന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം ആ ഇൻഫ്രാസ്ട്രക്ചറും അവിടെയുള്ള മാൻ പവറും എല്ലാം നമ്മൾ വിറ്റതിന് ശേഷം കസ്റ്റമർക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒരു സംവിധാനം അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ആ കണക്ട് എവിടെയാണോ ഞങ്ങളെ ആവശ്യം അവിടെ നമ്മൾ എത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങൾ റിട്ടൻഷൻ ഈ ലോയൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു വലിയ നിര നമുക്ക് ഉണ്ടാകാൻ റീസൺ അതാണ്. സ്വാഭാവികമായിട്ടൊരു സംരംഭം തുടങ്ങുമ്പോൾ ചെറുപ്പക്കാരൊക്കെ വളരെ ആഗ്രഹത്തോടെ നോക്കുന്നത് അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെറുപ്പക്കാർക്കൊക്കെ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തൊക്കെയാണ് അവർക്കൊരു കരിയർ സാധ്യതകൾ ഇവിടെ ഉള്ളത്? ധാരാളം അവസരങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഇതിൽ തന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ബ്രാൻഡുകൾ, ഞങ്ങളുടെ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള വലിയ ബ്രാൻഡുകൾ, ആപ്പിൾ അടക്കമുള്ള, സാംസങ് അടക്കമുള്ള, LG അടക്കമുള്ള എല്ലാ ബ്രാൻഡുകളും അവർ ഡയറക്റ്റ്ലി തന്നെ സാലറി കൊടുത്തുകൊണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ആളുകളെ വെക്കുന്നുണ്ട്. അത് ഞങ്ങളാണ് ചൂസ് ചെയ്ത് പലപ്പോഴും കൊടുക്കുന്നത്. മാനേജറൽ പോസ്റ്റുകളുണ്ട്, അക്കൗണ്ട്സ് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട്, HR റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുണ്ട്, മാർക്കറ്റിംഗ് പ്രൊഫഷണലിൽ നമുക്ക് ഇപ്പം പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്, അതിൽ നമ്മൾ ആളുകളെ സ്ഥിരമായി റിക്രൂട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ മേഖലയും റീറ്റെയിൽ ശൃംഖലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങളുണ്ട്. നമുക്ക് പലപ്പോഴും ഉള്ള ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധി ഞങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നില്ല. പലപ്പോഴും നല്ല കാൻഡിഡേറ്റ്സ് ഇവിടെ ഇല്ല എന്നുള്ളൊരു പുറത്തേക്ക് ഒക്കെ പഠിക്കാനൊക്കെ പോകുന്നതുകൊണ്ടാകാം. അതാണ് ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധി. സാധ്യതകൾ ധാരാളമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്, കുറേ ഡിജിറ്റൽ ഭീമന്മാരെത്തുന്നു. പക്ഷെ അപ്പോഴും ഓക്സിജനെ പോലെയുള്ള ബ്രാൻഡുകൾക്ക് അവരുടെ കസ്റ്റമേഴ്സിനെ വളരെ ഹാപ്പി ആയിട്ട് നിലനിർത്താൻ പറ്റുന്നുണ്ട്. അതെന്താണ് അങ്ങനെ? കൂടുതലും അതിൽ നവമാധ്യമങ്ങളാണ്, സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മൾ സാധ്യമാകുന്നത്. എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം പോലുള്ള, ഇപ്പം ഇൻസ്റ്റാഗ്രാം തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ഡിജിറ്റൽ റീറ്റെയിൽ ചെയിൻ ആയിരിക്കും. ഞങ്ങളുടെ ഫോളോവേഴ്സ് അത്രയുണ്ട്. അപ്പോൾ അവരെ എൻഗേജ് ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റുകളും പ്രചരണ തന്ത്രങ്ങളുമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂടുതലും അതിന് സോഷ്യൽ മീഡിയയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഈ ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളെ പറ്റി പറയുമ്പോൾ ഏറ്റവും അധികം പറയേണ്ടത് അവർ യങ്സ്റ്റേഴ്സാണ് കൂടുതലായിട്ട് ഈ ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളിലേക്കൊക്കെ അട്രാക്റ്റഡ് ആവുന്നത്. അപ്പോൾ അവരെ നിലനിർത്തുക, അവരിലേക്ക് പുതിയ പ്രോഡക്ട്സിൻ്റെ ബ്രാൻഡിംഗ് ഒക്കെ എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ ജോലിയാണ്. അതെങ്ങനെയാണ് ഓക്സിജൻ വിജയകരമായി നടപ്പാക്കുന്നത്? ഇതിൽ കേരളത്തിൻ്റെ ഒരു സവിശേഷതയും കൂടെ അവിടെയുണ്ട്. കാരണം മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ ദേശീയ തലത്തിലുള്ള റീറ്റെയിൽ ചെയിനുകൾ, മുമ്പേ പറഞ്ഞ സോക്കോൾഡ് കുത്തക റീറ്റെയിൽ ചെയിനുകൾ കൈയടക്കി കഴിഞ്ഞു ഈ മേഖലയും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ലോയലാന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇവിടുത്തെ ആളുകൾ നമ്മളവർക്ക് കൊടുത്ത സേവനങ്ങളെ ഓർത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു ചെയിൻ വരുന്നു എന്ന് കരുതി കസ്റ്റമേഴ്സ് പെട്ടെന്ന് ഒരു സ്ഥലത്തു നിന്നും, അത് ഓക്സിജൻ എന്നല്ല, ഞങ്ങളെപ്പോലെ സമാനമായി പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾക്കും ഈ ബേസ് നിലനിൽക്കുന്നുണ്ട്. കാരണം അത് നമ്മുടെ മലയാളികളുടെ ലോയൽറ്റി ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നു. അവർക്ക് കിട്ടിയ സേവനം അവർ മറക്കുന്നില്ല. അതുകൊണ്ട് വീണ്ടും നമ്മുടെ അടുത്ത് തന്നെ അവർ നിൽക്കുന്നുണ്ട്.